മാത്രമല്ലേ ഇല്ല, നമ്മുടെ ഈ തർക്കത്തിന്റെ ആളുകളാണ്. ഷേക്സ്പിയറിൻ്റെതാവും. ആ ഒരു അക്കാദമി ഇവിടെ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും കുട്ടികൾ ആരംഗത്തേക്ക് വരും എന്ന് തന്നെയാണ് ഈ പയ്യൻ പറയുന്നത്. ഞാൻ അത് വിടുന്നു. കാരണം ജീവിതം നമ്മളെ എങ്ങനെ ജീവിതത്തിന്റെ സൗഖ്യങ്ങളിലൂടെ, ജീവിതത്തിന്റെ സുരഭിതമായ തലങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് നമ്മളെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഉള്ള മാർഗങ്ങൾ തേടുന്ന അവിടെയാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അക്ഷരം പറഞ്ഞതുപോലെ അന്യജീവൻ ഉണ്ടാക്കി സ്വജീവിതത്തെ ധന്യമാക്കാൻ പറ്റുന്ന അതിസുന്ദരമായ പരിഭാവുകത്വം പറഞ്ഞ അതീവ മനോഹരമായ ഒരു മാർഗമാണല്ലേ. അതാ നിങ്ങൾ കരുതേണ്ടത്, പ്രതീക്ഷിച്ചു കേട്ടോ. നിങ്ങൾ ഈ കൈയടിക്കാതിരിക്കുന്നതിന് ഒരു കൊട്ട് തരണമെന്നുണ്ട്, കഥ കൊണ്ടൊരു കൊട്ട്. ആ കഥ കൊണ്ടുള്ള കൊട്ട് ഞാൻ തൽക്കാലം എൻ്റെ അയോധ്യ സുഹൃത്തിന് കൈമാറും. അദ്ദേഹത്തിന്റെ സമയം വരുമ്പോൾ ഈ കൊട്ടാണ് കാരണം വേറൊരു കഥ ഒന്ന് കയറി വെയിറ്റ് ചെയ്യുന്നു തോന്നില്ല. ഈ കഥ ലേസിക്കാരൻ നന്മല്ല. എനിക്ക് അടുത്ത കാലത്ത് വെച്ചൊരു കഥ വരും. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു, എന്നിട്ട് അത് കേട്ടു. ഈ കഥയ്ക്കൊരു കുഴപ്പമുണ്ട്, കേട്ട ചില ആളുകൾ ലക്ഷത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളെവിടെയെങ്കിലും ചെല്ലാറുണ്ട്, അവിടെ ചെന്ന് കത്തിരിക്ക അലവലാണെന്ന് പറയും. ഇവിടെ എത്രയോ സിനിമ പൊട്ടിപ്പോയത് അവിടുത്തെ കാണുന്നില്ലേ. ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ഒരു സിനിമയുടെ സിനിമ പത്മനാഭൻ സംവിധാനം ചെയ്യാതെ വളരെ നാളുകൾക്ക് ശേഷം കത്തിച്ചൊലിച്ചതിന് ശേഷം സംവിധാനം ചെയ്യാതെ സ്ക്രിപ്റ്റ് മാത്രമായിട്ട് എഴുതി കൊടുത്ത ഒരു സിനിമയാണ് ഈ തണുത്ത വെളുപ്പാകാലത്ത്. ആദ്യ ദിവസം തന്നെ പോയി. എന്നാൽ സസ്പെൻസ് കൊണ്ട് ആളുകൾ 4 മണിക്ക് തിയേറ്ററിലോട്ട് ഓടി. ഇതാണ് ഏഴെന്ന് ഓടി വേണമെന്ന് തോന്നുന്നതായിട്ടാണ്. ഞാൻ ഈ കഥ വെച്ചു. നാൻസിയുടെ കാമുകൻ കഥ ചുരുക്കി പറയാം. നാൻസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി റവന്യൂ ഓഫീസിലാണ് ജോലി. എന്ന് പറയാൻ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം പറഞ്ഞു സാധാരണ പോകുന്നു. പെണ്ണിന് പ്രായമുണ്ട്, 29 വയസ്സാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന സൗകര്യമാർക്കറിയാം, കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച് 29 വയസ്സെന്ന് പറയുന്ന ഒരു കടമയാണ്. എല്ലാവർക്കും നന്നായ വയസ്സാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല. വയസ്സ് 29 ആവുകയും ചെയ്യും. 29-ൽ നിന്ന് അവർ 30-ലെത്താൻ കുറഞ്ഞത് 10 കൊല്ലം. അതുവഴി 29 നടന്നു. നാൻസി അത്ര സുന്ദരിയല്ല, എന്നാലും സുന്ദരിയാണ്. സൗന്ദര്യം രണ്ടാണ്. റവന്യൂ ഓഫീസിലാണ് ജോലി. ഇപ്പോൾ പാവപ്പെട്ട കുടുംബമാണ്. അച്ഛൻ ആസ്മ, അമ്മയ്ക്കും ആസ്മ. സഹോദരനുള്ളവന് ആസ്മ വരാനുള്ള കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപാസിച്ചു. നാൻസിക്ക് ഒന്നും വീട്ടിലില്ല, ഈ ജോലി മാത്രമേ ഉള്ളൂ. കല്യാണം നടക്കുന്നില്ല. ഇവിടുത്തെ പയ്യന്മാരല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ ആസ്മയുടെ കുടുംബത്തിൽ കെട്ടുപോലെങ്കിലും അല്ലെ, അതിനു വേണ്ടിയുള്ള ആസ്തി ഉണ്ടായിരിക്കണം. ആസ്മയ്ക്കും കൂടിയുള്ള ആസ്തി അഥവാ ഈ യോഗ ആസ്മ വന്നാൽ ചികിത്സിക്കാനുള്ള ആസ്തി ഉറപ്പുണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് നാൻസിക്ക് ഒരു കാഴ്ച. കാരണം ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ പ്രധാന കവാടം ചെറുപ്പക്കാരൻ ചെറുപ്പ സ്റ്റൈലായിട്ട് മൊബൈൽ ഫോണിൽ ചെറുപ്പക്കാരൻ. എന്നിട്ട് രണ്ടിനെ മൊത്തം മൊബൈൽ ഫോൺ വലിയ സൗകര്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിന്ന് ഒഴിവാക്കാൻ മൊബൈൽ ഫോൺ ഒന്ന് കുത്തിയാണ്. ആ ഹലോ, ഞാൻ തന്നെ ചുമ്മാ ആരുമില്ല. ആ പിന്നെ എപ്പോ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിൽക്കാം. അപ്പോഴേക്കും ഡിസ്റ്റർബ് ഇങ്ങനൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ടാക്സി ചെറുപ്പില്ലെന്നാണ് ഓരോ ദിവസം ഓരോ കടന്നു. ഇന്നലെ മഞ്ഞായി, ചുവപ്പ്, നാളെ മിക്കവാറും പച്ചയായി. ഇവിടെ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് കുഴപ്പമുണ്ടറിയോ? ചെറുപ്പക്കാർക്ക് മാത്രമല്ല, വയസ്സന്മാർ പോകും. ഒരു സംശയം, ഒരു കാര്യത്തെ നമുക്ക് തീർച്ചയില്ല. തീർച്ചയില്ലായ്മയോടാണ് പല വയസ്സന്മാരും
തീർച്ചയാവുന്നത്. അതായത് ഈ സ്ത്രീകൾ വന്ന് നേരെ മുമ്പിൽ നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ അവർ കണ്ടു എന്ന് നമുക്കൊരു സമാധാനം. നേരെ നോക്കാം, അവര് കാണുന്നുണ്ട്. സ്ത്രീകളോട് ചോദിച്ചു കിഴക്കോട്ട് നോക്കുമ്പോൾ വടക്കോട്ടാണ് കാണുന്നത്, തെക്കോട്ടൊക്കെ കാണുന്നത്. പെരിഫറൽ വിഷനല്ലേ. ഉപനാശം പറഞ്ഞ ആരമിഷ്ടജന രൂപമൊരുവാൻ നരിമാർ നയനം സുസൂക്ഷ്മമാം. ആരമിഷ്ടജന രൂപമൊരുവാൻ നരിമാർ നയനം സുസൂക്ഷ്മമാം എന്ന ഉപനാശം പറഞ്ഞത്. ഈ നാൻസി ആണെന്ന് വിചാരിക്കുന്നത് കച്ചവടം മറ്റു പക്ഷെ അയാളൊരു സമാധാനം. നാൻസി ശ്രദ്ധിക്കാറില്ല, അങ്ങനെ നേരിട്ട് ശ്രദ്ധിക്കാറില്ല. അടുത്ത ദിവസം നാൻസിയുടെ വീട്ടിൽ ഒരു കാർ വന്നിരിക്കണം, എളുപ്പമല്ല. നിറച്ചാൾ കാറ് നിറച്ചാൾ വീടടിച്ചു നടക്കാനൊന്നുമില്ല, പെണ്ണാണ്. ജോലിയുള്ള പെണ്ണാകുമ്പോൾ രാവിലെ പോയി കണ്ടോളാന്ന് പറഞ്ഞ് അവന് ജോലിയുണ്ടല്ലോ, നല്ല ജോലി മാത്രമല്ലല്ലോ. വന്നിറങ്ങി അകത്ത് കയറി ഇവൾ തട്ടത്തിൽ ചായയും പലഹാരങ്ങളുമായിട്ട് പ്രദക്ഷിണം വയ്ക്കുന്ന സമയമായി. നാൻസിയുടെ എത്രാമത്തെയോ പ്രദക്ഷിണം. എങ്കിലും അവൾക്കൊരു പ്രതീക്ഷ.